പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമ്മുടെ നാട്ടിലെ ശ്രീ ചെറുകാമ്പ്രത്ത് അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്ന സ്റ്റേജ് പരിപാടിയിൽ ഉജ്ജയിനി കളരി സംഘം കക്കോടി അവതരിപ്പിക്കുന്ന കളരി പ്രദർശനമാണ്. നമ്മുടെ പുതിയ തലമുറ എന്ന് പറയുന്ന കുട്ടികളൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പല ലഹരിക്കും അതുപോലെ മൊബൈലിനുമൊക്കെ അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഫുൾ ടൈം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ ഇതുപോലുള്ള മാർഷ്യൽ ആർട്സിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൈൻഡ് സെറ്റും ശാരീരികമായും മാനസികമായും അവരൊരു സ്ട്രോങ് ആയി നല്ലൊരു ഭാവി അവർക്ക് ഉണ്ടാകാൻ കാരണമാകും. മാർഷ്യൽ ആർട്സ് എന്ന് പറയുമ്പോൾ നല്ലൊരു മെഡിറ്റേഷൻ കൂടിയാണ്. എന്താ വെച്ചാൽ നമ്മളൊരു ധ്യാനത്തിലിരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നല്ല ഇരുന്നു കൊണ്ട് ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മറ്റ് ചിന്തകളെല്ലാം നമ്മൾ കളഞ്ഞ് ആ ഒരു ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. നമുക്ക് പെട്ടെന്നൊരാൾക്കൊന്നും അങ്ങനെ ധ്യാനത്തിലിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ മൈൻഡ് സെറ്റാകാൻ, നമ്മളെ മൈൻഡ് റീഫ്രഷ് ആകാൻ നല്ലൊരു സംഭവമാണ് ധ്യാനത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മൾ ഇതുപോലുള്ള മാർഷ്യൽ ആർട്സുകൾ സ്പോർട്സിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ ചിന്തകളെല്ലാം, നമ്മളൊരു സ്ഥലത്ത് പോയി ഒരു പണിയെടുക്കുകയാണെങ്കിൽ നമ്മളെ ചിന്തകൾ വേറെ സ്ഥലത്തായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെ മൈൻഡ് എപ്പോഴും നമ്മൾ ആ ഒരു ടെൻഷൻ, നമ്മൾ അങ്ങനെയുള്ള ആ ഒരു പിരിമുറുക്കം എല്ലാം നമുക്ക് റീഫ്രഷ് ആകാൻ ഇതുപോലുള്ള മാർഷ്യൽ ആർട്സിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിന്തകളെല്ലാം കളഞ്ഞ് നമ്മളുടെ ശ്രദ്ധ മൊത്തം ആ ഒരു ചെയ്യുന്ന പ്രവൃത്തിയിലേക്കാവും. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു മാർഷ്യൽ ആർട്സ് നമ്മൾ നല്ലൊരു മെഡിറ്റേഷൻ കൂടിയാണ് എന്ന് പറയുന്നത്. മുൻപോട്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികളെ പഠനത്തോടൊപ്പം ഇതുപോലുള്ള എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് അവരെ അഭ്യസിപ്പിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യും. അതായത് ഇപ്പോൾ പെൺകുട്ടികൾ തന്നെ ഒരുപാട് ഇതുപോലുള്ള മാർഷ്യൽ ആർട്സ് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അവർക്കൊരു സ്വയം രക്ഷയ്ക്കും അതുപോലെ കുട്ടികളുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ആ ഒരു കരുത്തിന് മുൻപോട്ടുള്ള അവരുടെ ജീവിതയാത്രയിൽ അവർക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇതുപോലുള്ള മാർഷ്യൽ ആർട്സ് അഭ്യസിക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ശാരീരികമായിട്ട് ഒരുപാട് അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു വ്യായാമ മുറകളൊക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ തുടർന്ന് പോകുമ്പോൾ അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ബഷീർ ഗുരുക്കളുടെ ആ ഒരു സ്റ്റുഡൻസാണ് ഇവിടെ നമ്മുടെ ഈ ഒരു കളരി പ്രദർശനം നടത്തുന്നത്. അപ്പം ഗുരുക്കളാണ് ആ സ്റ്റേജിൽ വെള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരി. തുടങ്ങുന്നതിന് മുമ്പുള്ള കളരി വന്ദനങ്ങളും കളരിയുള്ള പ്രാർത്ഥനകളും ഈശ്വര വണക്കം, ദിക്ക് വണക്കം, ആയുധ വണക്കം എന്നിങ്ങനെ പറയുന്ന വളരെ ദൈവികമായ ഒരു കലയാണ് കളരിപ്പയറ്റ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിൽ തന്നെ പ്രാർത്ഥനയോടെ തുടങ്ങുകയാണ്. ഞങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹം ഉണ്ടാകണം, പ്രോത്സാഹനം അഭ്യർത്ഥിക്കുന്നു. അടുത്ത ജുഗിൻ ദേവ് അശ്വിൻ.
ലിംഗത്തിൽ വരുന്ന ആദ്യത്തെ പ്രയത്താണ് കെട്ടുകരിപ്പയറ്റ്. കളരി പഠിപ്പിക്കുന്ന കുട്ടികളെ കൈകൾക്കും കാലുകൾക്കുള്ള ഒരു വ്യായാമ മുറയും കാല് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി കളരിയിൽ ആദ്യം തന്നെ അഭ്യസിപ്പിക്കുന്ന ഒരു മെയ്പയറ്റിലെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ മുന്നിൽ പരിപാടി അവതരിപ്പിക്കുന്നത് കളരിപ്പയറ്റ് പരിപാടി ഇപ്പം വർഷങ്ങളോളം അഭ്യസിച്ചിട്ട് ചെയ്യേണ്ട ഒരു കലയാണ്. വെറും 6 മാസം കളരിയിൽ പഠിച്ച കുട്ടികളാണ് നിങ്ങളുടെ മുന്നിൽ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ചുവടുമാറ്റം എന്നൊരു ചടങ്ങുണ്ട്. അത് നമുക്ക് ഈ അമ്പലനടയിൽ അമ്പലനടയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. ആ ചുവടുമാറ്റം ഈ ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് അവസരം തന്ന ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് ഹൃദയം നിറഞ്ഞത് നന്ദി രേഖപ്പെടുത്തുന്നു. റെഡി? വരുന്ന ഒരു പ്രയോഗം വാൾവലി. ഈ വാൾവലി പണ്ടെല്ലാം അങ്ങനെ ചെയ്ത ശരീരത്തിൽ മൊത്തം എണ്ണയിൽ മുക്കിയ വെറ്റില ശരീരത്തിൽ മൊത്തം ഇട്ടിച്ചിട്ട് മൂർച്ചയുള്ള വാളുകൊണ്ട് ശരീരം മുറിയാതെ വെറ്റില മുറിച്ചിടുന്ന ഒരു കളരിയിലെ പ്രയോഗമാണ്. ഇന്നിപ്പോ അത് നമ്മള് അതിന്റെ വേറെ രൂപം ഫ്ലെക്സിബിൾ മൂവ്മെന്റ്സ് ആയിട്ട് മാത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ജസ്വിൻ.
വടിവിഷൻ. കളരി പ്രദർശനം കുറച്ച് ദൈർഘ്യമുള്ളതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ എത്താം. ഓക്കെ, ബൈ.